ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. അപ്പോൾ മക്കളെ, നമ്മൾ മോഡൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് എക്സാമിന് അധിക ദൂരവുമില്ല. യെസ്, നമുക്കറിയാം സോഷ്യൽ സയൻസിൽ എല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റർ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചാപ്റ്റർ തന്നെയാണ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഒരുപാട് കുട്ടികൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, സർ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കുക, എങ്ങനെ പഠിച്ചാലാണ് ഇതിന് മാർക്ക് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ ഡൗട്ട് വരും. കാരണം ഈ ചാപ്റ്ററിന് ഏകദേശം 56ഓളം ഡേറ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് മാർക്ക് നേടാൻ കഴിയുള്ളൂ. ബട്ട് ഈ ക്ലാസ് കാണുന്നതോടെ മക്കളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ മാത്രം തന്നെ മക്കൾ പഠിച്ചാൽ മതി. അത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ആദ്യം ഈ ചാപ്റ്ററിന് എന്തൊക്കെ വരും, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഈ പ്രാവശ്യം മോസ്റ്റ് പ്രോബബിലിറ്റി ആയിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഒന്നെങ്കിൽ ടാബ്ലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അത് ഏതൊക്കെയാണ്, അത് എങ്ങനെ വരുമെന്ന് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എൻ്റെ മക്കൾ മറക്കരുത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യം ടാബിൾ വരൽ കൾച്ചറൽ നാഷണലിസമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഓർ ചാപ്റ്റർ ആയിട്ട് ഏത് മാറി, കൾച്ചറൽ നാഷണലിസം മാറി. അതുകൊണ്ട് ഈ ചാപ്റ്ററിനായിരിക്കും ടാബിൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസസ്. അതിൽ ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാം. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ക്രൊണോളജിക്കൽ ഓർഡർ. കാലക്രമേണ അനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് അറേഞ്ച് ചെയ്യാൻ. ഇത് അറിയണമെങ്കിലോ എന്തറിയണം എൻ്റെ മക്കൾക്ക്, ഇതിലെ എല്ലാ ഡേറ്റുകളും എൻ്റെ മക്കൾ അറിഞ്ഞാലേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കും? അത് വേണ്ടിയിട്ടാണ് ഇന്ന് സാർ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ഷോർട്ടാക്കി പഠിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാറുള്ളത് വെച്ചിട്ട് സാർ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ പറയും. ആ ഷോർട്ട് കട്ട് എന്തോ ആയിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം വി ഗണപതി എന്ന് പഠിച്ചാൽ MV ഗണപതി. ഇതാണ് ആ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാർ റിവോൾട്ട്, അത് നടന്നിരിക്കുന്ന വർഷം 1921. അടുത്തതാണ് വൈക്കം സത്യാഗ്രഹം, അതാണ് 1924. മലബാർ റിവോൾട്ട് 1921 ആണെങ്കിൽ അതിൻ്റെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931. ആ ചെറിയ കണക്ഷൻ നിങ്ങൾ പഠിച്ചേക്കാം. നിവർത്തനം 31 കഴിഞ്ഞിട്ട് അടുത്ത വർഷം 1932. പിന്നത്താണ് പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര എത്തി കഴിഞ്ഞാൽ അടുത്ത ടെമ്പിൾ എൻട്രിക്ക് നിങ്ങൾ ആയിരിക്കണം പുന്നപ്ര എന്ന് 10 മൈനസ് ചെയ്യുക. -10 എന്ന് ഈ ചിഹ്നത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. ഈ ഡേറ്റുകൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് ഒന്ന് മനസ്സിലേക്ക് ആലേക്കുക. അതിവിടെ എഴുതി വെക്കുക, MV ഗണപതി. യെസ്, എഴുതി വെച്ചു. ഇതിൽ ഏതൊക്കെയുണ്ട് നോക്കി. ഗുരുവായൂരുണ്ട്. യെസ്, ഗുരുവായൂർ ഇവിടെയുണ്ട്. അപ്പോൾ ഗുരുവായൂരുണ്ട്. അടുത്തത് നിവർത്തനുണ്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ട്രാവൻകൂർ ഉണ്ട്, വൈക്കം സത്യാഗ്രഹം ഉണ്ട്. യെസ്, ഓർഡർ കിട്ടി. ബാക്കിയുള്ളത് എൻ്റെ മക്കളോട് മായിച്ചോളി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ക്ലിയർ ആക്കുക. യെസ്, ഇതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടി. യെസ്, ഈ രീതിയിലാണ് വരിക. ആ ഡേറ്റും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളാക്കിയിട്ട് മാറ്റാൻ കഴിയും. സോ ഈ രീതിയിൽ നിങ്ങൾ ഷോർട്ടാക്കി പഠിക്കാം. ഇത് എല്ലാം മലബാറിൽ നടന്നതും അതേപോലെ തിരുവിതാംകൂറിൽ നടന്നതും കൊച്ചിയിൽ നടന്ന പ്രധാനപ്പെട്ടത് എല്ലാം കൂട്ടിയിട്ടാണ് ഈ ഷോർട്ട് കട്ട് ഉണ്ടാക്കിയത്. ഷോർട്ട് കട്ട് MV ഗണപതി. ഇത്ര മച്ചാൽ മതി, MV ഗണപതി. സമയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ രീതി പഠിക്കുക. സാർ ഇത് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. അല്ല, നമുക്ക് എല്ലാം പഠിക്കണം. ഈ ഡേറ്റുകൾ മാത്രമല്ല പഠിക്കേണ്ടത്, ഓരോന്നിട്ടും പഠിക്കണം. മലബാറിൽ ഈ ഡേറ്റുകൾ പഠിച്ചു വെക്കണം. 1916 മലബാർ കോൺഗ്രസ് സമ്മേളനം. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നത്. ഈ 3 ഡേറ്റ് നമുക്ക് അറിയാം. കാരണം ഇത് 6ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലബാർ റിവോൾട്ട് 1921 നിയമലംഘന പ്രസ്ഥാനം. ഈ രീതിയിൽ മലബാറിൽ തിരുവിതാംകൂറിൽ കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മാറ്റിയിരിക്കുക. ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഞാൻ ഇന്ന് രാത്രി നമ്മളെ ലൈവ് ക്ലാസ് ഉണ്ട്. ആ 7:30 ലൈവിൽ ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ട് സാർ പറഞ്ഞു തരുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാത്തിനും പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നോക്കട്ടോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുമോ? നമുക്ക് നോക്കാണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ക്രൊണോളജിക്കൽ ഓർഡറാക്കണം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ക്രൊണോളജിക്കൽ ഓർഡറാക്കണം. ആദ്യം ചെയ്യേണ്ട സാധനമാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം. ആദ്യം ചെയ്യേണ്ടത് MV ഗണപതി ഒന്ന് എഴുതി വെക്കാം. MV ഗണപതി. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ മലയാളി മെമ്മോറിയൽ വേറെയാണ്. അത് നമുക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയൽ 1891 ആണെന്നുള്ളത്. അതിന് ഷോർട്ട് കട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഷോർട്ട് കട്ട് നമ്മൾ പഠിക്കും. ഗുരുവായൂരുണ്ട്. ഓക്കെ, ഞാൻ ഗുരുവായൂർ ടിക്കറ്റു.
മലബാർ റിവോൾട്ട് ഉണ്ട്, ആ മലബാർ റിവോൾട്ട് ഇരിക്കട്ടു. ടെമ്പിൾ അണ്ടർ പ്രൊക്ലമേഷൻ ഉണ്ട്, അതിവിടെ ഇട്ടു. പിന്നുള്ളതാണ് കുണ്ടറ പ്രൊക്ലമേഷൻ. ഈ കുണ്ടറ പ്രൊക്ലമേഷനും അതേപോലെ തന്നെ പഴശ്ശി റിവോൾട്ടും നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം അത് രണ്ടും 1805 1809 അത് കൃത്യമായിട്ട് ഒരു ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യലെന്താണ്, ഇത് മുഴുവനായിട്ട് കാണാതെ പഠിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഓരോന്ന് കൃത്യമായിട്ട് ഇന്നതായിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളാക്കി മാറ്റാൻ കഴിയും. അപ്പം ഇതൊക്കെ കിട്ടി. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ഞാൻ വായിക്കുന്നു, ഞാൻ അതെന്ത് ചെയ്യുന്നു, ക്ലിയർ ആക്കുന്നു. അപ്പം ഈ ഓർഡർ കിട്ടി. പിന്നെ അത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിന് മുന്നാണ് കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നത്, പിന്നെയാണ് എന്ത് മലയാളി മെമ്മോറിയൽ നടന്നത്. അപ്പം ഈ ഓർഡർ കിട്ടാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം MV ഗണപതി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ രീതിയിൽ ഇത് പഠിക്കാനുള്ളൊക്കെ ഷോർട്ട് കട്ടുകൾ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്, ഞാനും അതേപോലെ തന്നെ ഫൈസൽ സാറും വരുന്നുണ്ട്. മക്കളെ ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും എങ്ങനെ പഠിക്കണം. ഇനിയും കുറേ പഠിക്കല്ല വേണ്ടത്, ഇനിയും കുറേ പഠിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇനി കൃത്യമായിട്ട് അതിൻ്റെ കണക്ട് ചെയ്യുക. ആ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, വരിക ഈ ലൈവിൻ്റെ ലിങ്ക് താഴത്തുണ്ടാവും. അതായത് ലിങ്കിൽ കയറിയിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അവിടെ ഒന്ന് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഏർക്ക് കാണാം. ഓക്കെ, ടാറ്റ ബൈ. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ എൻ്റെ മക്കളെ മറക്കണ്ട കേട്ടോ. ഓക്കെ.